നമസ്കാരം. മഴതോരും മുമ്പയുടെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാൽ നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബബിതയുടെ ഒരു കേസ് തന്നെയാണ്. ബബിത ഇങ്ങനെ കാമുകൻ്റെ കൂടെ പോകുന്നതും അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഹരി പുറകെ പോയി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നീട് ഹരി ബബിതയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് അവൻ്റെ കൂടെ ഒരു രാത്രി താമസിക്കാൻ. അതായത് അവൻ പറയുന്ന കാര്യം സാധിപ്പിച്ചു കൊടുക്കാൻ, അവനൊന്ന് കീഴ്പ്പെടാൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ബബിതയാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നോർത്തിട്ടുള്ള ആകെ അങ്കലാപ്പിലാണ്. പക്ഷേ ഹരി നിർബന്ധിക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയാതിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബബിതയ്ക്ക് വേറെ വഴിയില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷേ ബബിതയ്ക്ക് അക്കാര്യം ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഹരിയുടെ കൂടെ അങ്ങനെ ഒന്ന് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബബിതയ്ക്ക് ആലോചിക്കാൻ പോലും വയ്യ. പക്ഷേ ബബിത ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് ഇതുപോലൊരു തെറ്റ് തന്നെയാണ്. പക്ഷെ അത് പ്രണയത്തിൻ്റെ ആ അന്ധതയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ്. പക്ഷേ ഇതിപ്പോൾ ആ കാര്യം വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ഹരി ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ബബിത നിൽക്കുന്നത്. അവസാനം ബബിത അതിന് തയ്യാറാവുന്നുണ്ട്. ആദ്യമൊക്കെ ഹരിയേട്ട എന്നോട് ഇങ്ങനെയൊന്നും പറയില്ല, എന്നെ പ്ലീസ് എന്നെ ഒരു സഹോദരിയായിട്ട് കാണണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ഹരിയാണെങ്കിൽ എനിക്കിപ്പോൾ സഹോദരിയായിട്ട് അഞ്ജു ഉണ്ട്, നീ കൂടി എൻ്റെ സഹോദരി ആവണ്ട എന്നൊക്കെ പറഞ്ഞ് അവളെ വീണ്ടും ആ ഒരു തെറ്റിലേക്ക് തന്നെ ഇങ്ങനെ വിളിക്കുകയാണ്. പക്ഷേ ബബിത എന്തൊക്കെ പറഞ്ഞിട്ടും അടുക്കുന്നില്ല. അവസാനം ഈ വീഡിയോസൊക്കെ ഞാൻ കാണിക്കും എന്നൊക്കെ പറയുമ്പോൾ ബബിത അവിടെ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എല്ലാവരെയും വിളിച്ചു കൂട്ടും, എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമെന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട്, എന്നാൽ നീ എല്ലാവരെയും വിളിച്ചു കൂട്ട്, അവരോട് എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, പറയാനല്ല എനിക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാകും ആരുടെ ഭാഗത്താണ് തെറ്റിയെന്ന്. ഞാൻ നിന്നെ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിയെന്ന് മാത്രമേ പറയുള്ളൂ. ഈ കാര്യം കൊണ്ടാണ് നീ ഇങ്ങനെ വയലൻ്റ് ആവുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്യും. എനിക്കൊരു കുഴപ്പവും വരില്ല എന്ന് ഹരി പറയുമ്പോൾ ബബിത ആകെ തകർന്നു പോവുകയാണ്. അങ്ങനെ ഹരിയുടെ നിർബന്ധപ്രകാരം ഹരി പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിൻ്റെ ശരീരത്തിൽ തൊടില്ല, കാരണം നീ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ നിന്നെ തൊടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും എനിക്ക് ബലാത്കാരമായിട്ട് നിന്നെ ഒന്നും ചെയ്യണ്ട, നിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി മാത്രം നീ സമ്മതിച്ചാൽ മതി, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സമ്മതിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ബബിത ആകെ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ബബിത നിൽക്കുന്നത്. എന്ത് ചെയ്യുമെന്നറിയാത്തൊരവസ്ഥയാണ് ബബിതയ്ക്കുള്ളത്. അപ്പോൾ അവസാനം ബബിത, ശരി ഹരിയേട്ടൻ്റെ ഇഷ്ടം പോലെ ഞാൻ എന്തിനും തയ്യാറാണ്, പക്ഷേ ഹരിയേട്ടൻ ആദ്യം അത് ഡിലീറ്റ് ചെയ്യണം എന്ന് പറയണം. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ആ അടവ് മനസ്സിലങ്ങോട്ട് വെച്ചാൽ മതി, ഞാനിത് ഡിലീറ്റ് ചെയ്തോളാം, നമ്മുടെ സുന്ദര നിമിഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിലീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബബിത മനസ്സോടെ അതിന് സമ്മതിക്കുകയാണ്. പക്ഷേ ആ സമയത്താണ് രോഹിത്ത് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. കാരണം രോഹിത്ത് വന്ന് നോക്കുന്ന സമയത്ത് ഹരിയുടെ റൂം ക്ലോസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ഡോറിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്. അവൻ തുറക്കാൻ നോക്കുന്ന സമയത്ത് ആ റൂം ലോക്കാണല്ലോ. ഹരിയും അതുപോലെ രോഹിത്തും കൂടി ഒരുമിച്ചാണ് കിടക്കുന്നത്. രോഹിത്ത് ആ സമയം കയറി വരുന്ന ഹരി ഒട്ടും പ്രതീക്ഷിച്ചതേയില്ല. അങ്ങനെ ഹരി എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് ഡോറിൽ മുട്ടുമ്പോൾ ബബിതയുടെ നേരെ ഇങ്ങനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹരി. പെട്ടെന്ന് ഹരി പുറകിലോട്ട് മാറുന്നുണ്ട്. ഇവന് വരാൻ കണ്ട നേരം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഹരി എന്നിട്ട് ചെന്ന് ഡോറ് തുറക്കുന്നുണ്ട്. ഹരി ഡോറ് തുറന്ന സമയത്ത് ബബിതയെ അവിടെ കണ്ടപ്പോൾ അവന് എന്തോ സംശയം തോന്നുകയാണ്. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ഇവളെ വിളിച്ചതാണ് ഹരി എന്ന് ഹരി പറയുന്നുണ്ട്. എന്തിനാ നീ ഇവളെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വാതിലൊക്കെ കുറ്റിയിട്ടേക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏട്ടാ വാ അതൊക്കെ ഞാൻ പറയാം, ബബിത നീ പൊക്കോ എന്ന് പറയുന്നുണ്ട്. ബബിതയാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ രക്ഷപ്പെട്ടത് ആലോചിച്ചിട്ട് ബബിതയ്ക്ക് ഇത്തിരി ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്.
അങ്ങനെ രോഹിത് ചോദിക്കുന്നുണ്ട്, എന്താടാ കാര്യം, എന്താ പറ, ബബിത എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്, നീ എന്താ അവളോട് ചെയ്തത്, നീ എന്തെങ്കിലും അരുതാത്തത് അവളോട് പറയേ പ്രവർത്തിക്കുകയോ ചെയ്തോ? ഞാനെന്ത് ചെയ്യാനാടാ, അവളെ എൻ്റെ പെങ്ങളല്ലേന്ന്. നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് എന്ന് പറയുമ്പോൾ, ഒന്ന് പോടാ അവിടുന്ന്, എൻ്റെ അഞ്ജു എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബബിതയും കൃഷ്ണയൊക്കെ എനിക്ക്, അവരോടൊന്നും ഞാൻ അങ്ങനത്തെ വൃത്തികേടൊന്നും ചെയ്യത്തില്ല എന്ന് പറയണം. പിന്നെ എന്തിനാണ് അവൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെ അത് പിന്നെ ഞാനേ അമലുണ്ടല്ലോ, അമലിൻ്റെ കാര്യങ്ങൾ കുറച്ച് അവൾക്ക് പറഞ്ഞു കൊടുത്തു, അവൻ്റെ കുറച്ച് കള്ളത്തരങ്ങളും നിന്നെ അവൻ ചതിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം ഞാൻ അവനക്ക് പറഞ്ഞു കൊടുത്തു, അവൾക്ക് പറഞ്ഞു കൊടുത്തു, അതാണ് അവൾ അങ്ങനെ ആകെ വിഷമിച്ചൊക്കെ ഇരുന്നത് എന്ന് പറയണം. ആട്ടെ, എന്ത് തെളിവാണ് നീ കാണിച്ചത്, എന്ത് തെളിവാണ് നീ എന്ത് തെളിവ് കാണിച്ചിട്ടാണ് നീ വിശ്വസിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊക്കെ ഉണ്ട്, തൽക്കാലം അത് നീ അറിയണ്ട, അവൻ്റെ കുറച്ച് അരുതാത്ത ബന്ധങ്ങളൊക്കെ എനിക്ക് കിട്ടി, അതൊക്കെയാണ് ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തത് എന്ന് പറയണം. അപ്പോൾ എന്നിട്ട് അവളതൊക്കെ വിശ്വസിച്ചോ ചോദിക്കുമ്പോൾ, വിശ്വസിച്ച മട്ടാണ്, അതുകൊണ്ടാണല്ലോ അവളിങ്ങനെ ഇരുന്ന് കരഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഇനി ഇവിടെ പബ്ലിക് ആവണ്ട എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഡോറൊക്കെ കുറ്റിയിട്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രോഹിത് ആണെങ്കിൽ അത് വിശ്വസിച്ച് പോവുകയാണ്, ഹരി പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഹരിയാണെങ്കിലോ ഭയങ്കര നിഗൂഢമായിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. ബബിത തൽക്കാലം രക്ഷപ്പെട്ടു, പക്ഷേ അവൻ്റെ കയ്യിൽ കിട്ടും എന്നുള്ള ഒരു ഇത് അവൾക്ക് ഹരിക്കുണ്ട്. പക്ഷേ റൂമിലെത്തുന്ന ബബിത ആകെ തകർന്നിരിക്കുകയാണ്. ബബിതയ്ക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോയാൽ മതി എന്നുള്ളൊരു ചിന്തയാണ്, എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പോകണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രോഹിത് റൂമിലേക്ക് വരുന്ന സമയത്ത് ബബിത പറയുന്നുണ്ട്, രോഹിട്ടാ നമുക്കിവിടെ നിന്ന് കടപ്പാട്ടൂരിലേക്ക് തന്നെ പോവാം എന്ന് പറയണം. ഞാനൊന്നുമില്ല കടപ്പാട്ടൂരിലേക്ക്, നീയല്ലേ പറഞ്ഞത് നമ്മൾ ഇവിടുന്ന് പോവണ്ട എന്ന്, പിന്നെ നിനക്കെന്താ ഇപ്പം ഇങ്ങനെ ഒരു മനമാറ്റം എന്ന് ചോദിക്കുമ്പോൾ, അതല്ല രോഹിട്ട, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് പോവാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രോഹിത് ചിന്തിക്കുന്നത് അമലിൻ്റെ കാര്യങ്ങളൊക്കെ ഹരി കണ്ടെത്തിയിട്ട് പറഞ്ഞതിൻ്റെ ആ ഒരു ഷോക്കിലാണ് എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും രോഹിത് ചോദിക്കുന്നില്ല കേട്ടോ. അപ്പോൾ രോഹിത് പിന്നെ ചോദിക്കുന്നുണ്ട്, നിന്നോട് ഹരി എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ബബിത ഒന്ന് ഞെട്ടിപ്പോവാണ്. എന്നോടൊന്നും പറഞ്ഞില്ല, നിൻ്റെ ചുറ്റിക്കളിയൊക്കെ അവൻ കണ്ടുപിടിച്ചു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രോഹിട്ടൻ എന്തറിഞ്ഞിട്ടേ സംസാരിക്കുന്നത്, നമുക്ക് നാളെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് പറയുമ്പോൾ, നീ വേണമെങ്കിൽ പൊക്കോ, ഞാൻ ഏതായാലും വരുന്നില്ല എന്ന് പറയണം. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഞാൻ എന്താണെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു പോവാണ്, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ശിവനോട് പറയുന്നുണ്ട്, അങ്കിളെ ഞാൻ വീട്ടിലേക്ക് പോവാണ്, അങ്കിൾ എന്നെ വീട്ടിലേക്കൊന്ന് കൊണ്ടുവിടുമോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ഹരി അവിടെ ഉണ്ട് കേട്ടോ. ഹരി ആകെ പെട്ടുപോകണം. ഹരി ബബിത വീട്ടിലേക്ക് പോകാനോ? അപ്പോൾ ഹരി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ബബിത നീ പറയുന്നത്, നീ വീട്ടിലേക്ക് പോകാനോ, വീണ്ടും അലീനയുടെ ഭരണം നടക്കുന്ന വീട്ടിലേക്ക് പോകാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത്, നീ പോകുമെന്ന് വേണ്ട, നീ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഒരു ഭീഷണി പോലെ ബബിത ഇങ്ങനെ നോക്കുമ്പോൾ ബബിത അത് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ബബിത പറയുന്നുണ്ട്, എനിക്ക് പോകണം അങ്കിളെ, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണം, അങ്കിൾ എന്നെ കൊണ്ടാക്കി തരുമോ, അല്ലെങ്കിൽ ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറയുമ്പോൾ കമലയും വന്ന് ചോദിക്കുന്നുണ്ട്, അതെന്താ ബബിത നിനക്ക് ഇത്രയ്ക്ക് വാശി, നീ ഇവിടെ നിൽക്കാൻ, നമ്മൾ ഒരുമിച്ച് നിൽക്കാം എന്നൊക്കെ പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ആൻറ്റി എനിക്ക് പോകണം എന്ന് പറയണം. അപ്പോൾ ഹരിയാണെങ്കിൽ ആകെ ഇങ്ങനെ ഒരു വെപ്രാളപ്പെട്ട് ഇങ്ങനെ നിൽക്കണം, കാരണം എങ്ങനെയെങ്കിലും അവളെ പിടിച്ചു നിർത്തണമല്ലോ. അപ്പോൾ ഹരി പറയുന്നുണ്ട്, രോഹിത്തെ നീ ഒന്ന് പറ ബബിതയുടെ അടുത്ത് പോവല്ലേ എന്ന്, അവളിവിടെ നിന്നാലല്ലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഹരി എങ്ങനെ ഒന്ന് നോക്കുകയാണ്, കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഹരി ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നാണ് ഹരി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, എടി ബബി നീ പോവണ്ട, നമുക്ക് ഇവിടെ നിൽക്കാം, അമ്മ വേറെ വീടെടുക്കുമെന്നല്ലേ പറഞ്ഞത്, അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയുമ്പോൾ, ഇല്ല രോഹിയേട്ടൻ ഞാൻ പോവാണ്, രോഹിയേട്ടൻ വരുന്നുണ്ടെങ്കിൽ വാ, എന്താണെങ്കിലും ഞാൻ പോകാൻ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശിവൻ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ കൊണ്ടുവിടാം രോഹി, നീയും റെഡി ആയിക്കോ എന്ന് പറയുമ്പോൾ, ഇല്ലെങ്കിലേ ഞാൻ വരുന്നില്ല, ഞാനിവിടെ തന്നെ നിൽക്കുന്നത്, ബബിത വേണമെങ്കിൽ പൊക്കോട്ടെ, എനിക്ക് പറ്റത്തില്ല അവളുടെ മുഖം കണ്ടുകൊണ്ട് അവിടെ ജീവിക്കാനായിട്ട്, പിന്നെ അച്ഛൻ ഇനി കയറി ചെല്ലുമ്പോൾ അച്ഛൻ്റെ വക അതും കേൾക്കേണ്ടി വരും എന്ന് പറയണം. ശരി. അപ്പോൾ കമല പറയുന്നുണ്ട്, അവനിവിടെ നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ ശിവേട്ട, എന്തിനാണ് അവനെ നിർബന്ധിക്കുന്നത്, ബബിതയ്ക്ക് പോകണമെങ്കിൽ ശിവേട്ടൻ ബബിതയെ കൊണ്ടാക്കി കൊടുത്തു, കൂടാതെ നിങ്ങളുടെ അമ്മയും കൊണ്ടാക്കി കൊടുത്തേക്ക്, ശിവേട്ടൻ 2 ദിവസം കഴിഞ്ഞാൽ എന്തായാലും പോവില്ലേ, അപ്പോൾ പിന്നെ അമ്മയും കൂടി കൊണ്ടാക്കി കൊടുത്തേക്ക് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്നാൽ ശരി അമ്മയോട് പോവാൻ എന്ന് പറയുന്നുണ്ട്, അമ്മയുടെ സാധനങ്ങളൊക്കെ നീ ഒന്ന് എടുത്തു വെച്ചേക്ക് എന്ന് പറയുന്നുണ്ട് കമലയോട്. അപ്പോൾ കമലയാണെങ്കിൽ, എടി അഞ്ജു ഇങ്ങോട്ടേക്കൊന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ, അതേ മുത്തശ്ശിയുടെ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്തേ, മുത്തശ്ശിയെ കടപ്പാട്ടൂരിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ, എനിക്കൊന്നും വയ്യ അമ്മ, ആ റൂമിലോട്ട് കയറാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, ഒന്ന് ചെല്ലടി, ഇതേ ബബിതയും വരും, നിങ്ങൾ 2 പേരും കൂടെ ഒന്ന് പോയി മുത്തശ്ശിയുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുക എന്ന് പറയുന്നുണ്ട്.
അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഇവരെല്ലാവരും കൂടെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്തുന്നതാണ്. നമ്മുടെ ബബിതയും അതുപോലെ മുത്തശ്ശിയും ഒക്കെ കൂടി കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് എത്തുന്ന സമയത്ത് ബബിതയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അലീനയ്ക്ക് തന്നെ എന്തോ ഒരു പന്തികേട് തോന്നുകയാണ്. ബബിതയ്ക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ എന്തോ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ബബിത, നിനക്ക് തീരെ വയ്യ എന്ന് ചോദിക്കുമ്പോൾ അലീനയെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കിയിട്ട് ബബിത അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ അടുത്തേക്ക് അലീന ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി എത്ര നാളായി മുത്തശ്ശിയെ കണ്ടിട്ട് എന്നൊക്കെ പറയുമ്പോൾ, ഓ നിനക്കിപ്പോൾ എന്നെ കാണുമൊന്നും വേണ്ടല്ലോ, നിനക്കിപ്പോൾ സ്വന്തം ബന്ധമൊക്കെ ആയല്ലോ എന്ന് മുത്തശ്ശി പരിഭവം പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് ആരൊക്കെ സ്വന്തം ബന്ധമായാലും എനിക്ക് മുത്തശ്ശിയോളം സ്വന്തം ബന്ധമൊന്നും വേറെ ആരും ഇല്ല മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയെ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ബബിതയുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് അലീനയ്ക്ക് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. അപ്പോൾ അലീന ഇങ്ങനെ മുകളിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് ബബിത ഇങ്ങനെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്, അതേസമയം ബബിതേനെ ഹരി വിളിക്കുന്നുണ്ടായിരുന്നു. ഹരി വിളിച്ചിട്ട്, നീ പോയത് ഒട്ടും ശരിയായില്ല, ഞാൻ പറഞ്ഞ കാര്യം സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണെങ്കിലും ഈ വീഡിയോ എല്ലാവരെയും കാണിക്കും എന്നൊക്കെ ഹരി വാൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹരി ഇങ്ങനെ ഭീഷണി ത്രട്ടൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബബിത ഇങ്ങനെ കുറേ കെഞ്ചി പറയുന്നുണ്ട്, ഹരിയേട്ട പ്ലീസ് എന്നോട് അങ്ങനെയൊന്നും ചെയ്യല്ലേ ഹരിയേട്ട, ഞാൻ ഹരിയേട്ടനെ എൻ്റെ ഏട്ടനെ പോലെ തന്നെ രോഹിയേട്ടനെ പോലെ മനുവേട്ടനെ പോലെയൊക്കെ കണ്ടിട്ടുള്ളൂ, എന്നോട് അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയുമ്പോൾ, നീ കൂടുതൽ വാച്ച് കടിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞ കാര്യം നീ സമ്മതിക്കണം, ഒരു ദിവസം ഞാൻ അങ്ങോട്ടേക്ക് വരാം, അവിടെ കൂടാൻ നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഹരിയേട്ട പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കെഞ്ചുന്നുണ്ട്. ഇല്ല ഞാൻ സമ്മതിക്കത്തില്ല, എനിക്ക് ഞാൻ പറഞ്ഞ കാര്യം നടക്കണം, അല്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ ആദ്യം രോഹിയെ ഇവിടെ കാണിക്കും, പിന്നെ എൻ്റെ അച്ഛനുണ്ട്, കൊച്ചച്ഛനുണ്ട്, നിൻ്റെ അച്ഛൻ, നിൻ്റെ അമ്മ എല്ലാവരെയും ഞാൻ കാണിക്കും എന്ന് പറയണം. ഹരിയേട്ട പ്ലീസ് അങ്ങനെയൊന്നും ചെയ്യില്ലെന്നുകൊണ്ട് ഇവളിങ്ങനെ കെഞ്ചി പറയണം. അതൊക്കെ കേട്ടുകൊണ്ടാണ് അലീന അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോൾ അലീന ഇങ്ങനെ ഇവളിങ്ങനെ ആരോടോ യാചിക്കുന്നത് പോലെ ഇങ്ങനെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് എന്തോ സംതിങ് റോങ് ആയിട്ട് തോന്നുകയാണ്. അപ്പോൾ അലീന പെട്ടെന്ന് അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ബബിത ഫോൺ വെച്ചിട്ട് തിരിയുന്ന സമയത്ത് അലീനയെ കാണുമ്പോൾ ഒന്ന് ഞെട്ടിപ്പോവാണ്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്, സംസാരിക്കുന്നത് കേൾക്കാൻ വന്ന് നിൽക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന അകത്തേക്ക് കയറിയിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബബിതേ, നീ ആരോടാണ് ഇത്രയും നേരം സംസാരിച്ചത്, എന്താണ് കുഴപ്പം എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്കൊരു കുഴപ്പമില്ല, എന്നെ കൂടുതൽ ശല്യപ്പെടുത്താനായിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട, ഒന്ന് പോയി തന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ ബബിതയോട് വീണ്ടും അലീന ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ എന്ന് പറയുമ്പോൾ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ, ഒന്ന് ശല്യപ്പെടുത്താതെ പോ എന്ന് പറഞ്ഞിട്ട് അലീനയെ പുറത്താക്കിയിട്ട് വാതിലടയ്ക്കുകയാണ്. അങ്ങനെ അലീന അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, ബബിതയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, അവൾ ആകെ ഡെസ്പാണ്, അവൾ ആകെ കരഞ്ഞ് ആരെയോ ഫോൺ വിളിക്കുന്നുണ്ട്, പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് യാചിക്കുന്നുണ്ട് എന്നൊക്കെ പറയണം. എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടാവും, അതായിരിക്കും, അല്ലാതെ ബബിയേച്ചിക്ക് എന്ത് പ്രശ്നമാണ്, ചിലപ്പോൾ ആ ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ അമൽ, അവനുമായിട്ട് പിണങ്ങിയിട്ടുണ്ടാകും, അതൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് തോന്നുകയാണ് അതൊന്നുമല്ല പ്രശ്നങ്ങളെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടും ബബിത ഭക്ഷണം കഴിക്കാനൊന്നും വരാത്തത് കാരണം അലീന ചെന്ന് നോക്കുന്ന സമയത്ത് ബബിത ഇങ്ങനെ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അലീന പെട്ടെന്ന് കയറിയിട്ട് ബബിതയെ തല്ലിയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം ബബിത എല്ലാ കാര്യങ്ങളും അലീനയോട് വെട്ടി തുറന്ന് പറയാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഹരിയേട്ടൻ അത് ഫോണിൽ വീഡിയോ എടുത്തു എല്ലാവരെയും കാണിക്കുന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്, ഹരിയേട്ടൻ പറഞ്ഞ കാര്യത്തിന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തുമെന്ന് പറഞ്ഞാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന ആകെ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, നീ പേടിക്കേണ്ട, ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല ഹരിയേട്ടൻ തീരുമാനിച്ചതാണ്, ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് കരയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ, ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്ന് പറയണേ. അയ്യോ അത് വേണ്ട, ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അച്ഛനുണ്ട്, മുത്തശ്ശിയുണ്ട്, കൃഷ്ണയുണ്ട്, എല്ലാവരും അറിയുമെന്നൊക്കെ പറയുമ്പോൾ, അവരൊന്നും ഇല്ലാത്തൊരു സമയത്ത്, അതായത് മുത്തശ്ശി ഉറങ്ങുന്ന ഒരു സമയമായിരിക്കുമല്ലോ, അച്ഛൻ എന്താണെങ്കിലും ഹോസ്പിറ്റലിലേക്കോ ഷോപ്പിലേക്കോ ഒക്കെ പോകും, കൃഷ്ണ സ്കൂളിലും പോകുന്ന ഒരു ദിവസം നമുക്ക് ഹരിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താം, എന്നിട്ട് അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബബിത അലീന പറഞ്ഞതനുസരിച്ച് ഹരിയെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ്. ഹരിക്ക് ഭയങ്കര സന്തോഷമാവുക കേട്ടോ, കാരണം ബബിത തന്നെ വിളിച്ചേക്കുന്നു, എന്തിനാ, താൻ ആഗ്രഹിച്ച കാര്യം നടത്താൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഹരി കടപ്പാട്ടൂർ വീട്ടിലെത്തുന്നുണ്ട്. അപ്പോൾ വീട്ടിലെത്തുന്ന സമയത്ത് കൃഷ്ണയില്ല, സ്കൂളിൽ പോയി, ബാലചന്ദ്രനില്ല, അതുപോലെ മുത്തശ്ശിയില്ല. പക്ഷേ അലീന അവിടെ ഒരു സസ്പെൻസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് അലീന മനുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ്
പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം മനു എറണാകുളത്ത് നിന്ന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് കടപ്പാട്ടൂരിലേക്ക്. അതൊരിക്കലും ഇവൾക്ക് അറിയത്തില്ല, അതായത് ബബിതയ്ക്കും അറിയത്തില്ല, ഹരിക്കും അറിയത്തില്ല. അങ്ങനെ ഹരി വരുന്ന സമയത്ത് അലീനയാണ് ഡോറ് തുറക്കുന്നത്. ഡോറ് തുറക്കുമ്പോൾ തന്നെ ഹരി ഒരു വഷളൻ ചിരിച്ചുകൊണ്ട് അവളെ അടിമുടി ഇങ്ങനെ ഒഴിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് അത് ഭയങ്കര അരോചകമായി തോന്നുകയാണ്. എന്താ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനേ എൻ്റെ ആൻറ്റിയുടെ വീടാണ്, ഇവിടേക്കാണ് വന്നത്, അതും ബബിത വിളിച്ചിട്ടാണ് വന്നത്, നിനക്ക് എന്താ കാര്യം ഇതൊക്കെ ചോദിക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഈ വീട്ടിൽ ഇപ്പോൾ ഞാനാണ് ഉത്തരവാദിത്തമുള്ള ആൾ, അതുകൊണ്ട് എനിക്ക് അധികാരമുണ്ട് എന്ന് പറയണം. എന്തായാലും വന്നതല്ലേ, പോയി കണ്ടിട്ട് പെട്ടെന്ന് പൊക്കോളണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന എന്താ ഇങ്ങനെയൊക്കെ സമ്മതിക്കുന്നത് എന്നുള്ളതിൽ ഹരി ഇങ്ങനെ ഒന്ന് അന്തം വിട്ട് പോവാണ്. അങ്ങനെ പെട്ടെന്ന് ഹരി മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ അലീന ഗൂഢമായിട്ട് ചിരിക്കുകയാണ്. പിന്നീട് ഫോൺ എടുത്തിട്ട് മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവേട്ടൻ എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എത്താറായിട്ടുണ്ട് എന്ന് പറയണം. അങ്ങനെ അതേ സമയം ബബിതയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് ഹരി. അങ്ങനെ റൂമിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അങ്ങനെ ബബിത ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ബബിതയെ ഇങ്ങനെ കാണുമ്പോൾ ഹരി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ബബിതയ്ക്ക് ആകെ ഒരു വല്ലായ്മയാണ്. ഹരിയുടെ നോട്ടമൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ ബബിത നിൽക്കുന്നത്. അപ്പോൾ ബബിത ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ഹരി പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു നീ സമ്മതിക്കുമെന്ന്, നിൻ്റെ സമ്മതം കിട്ടുമെന്ന് എനിക്കറിയായിരുന്നു. കാരണം നിനക്ക് സേഫായിട്ടിരിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, ഈ കാര്യങ്ങളൊന്നും ആരും അറിയരുതെന്ന് നീ ആഗ്രഹിക്കുന്നു. അതുപോലെ ഈ കാര്യം ആരും അറിയാൻ പോകുന്നില്ല, നമ്മൾ രണ്ടുപേരും മാത്രമല്ലാതെ എന്ന് പറയാണ് ഹരി. ഹരിക്ക് എങ്ങനെയെങ്കിലും ബബിതയെ കീഴ്പ്പെടുത്തണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ ഹരി അകത്തേക്ക് കയറിയിട്ട് വാതിൽ കുറ്റിയിടുന്നുണ്ട്. അപ്പോൾ ബബിതയ്ക്ക് പേടിയാവണം. എന്തിനാ വാതിൽ കുറ്റിയിട്ടേന്ന് ചോദിക്കുമ്പോൾ, അവളുണ്ടല്ലോ താഴെ, അവളെങ്ങാനും കയറി വന്ന് ഇനി ഒരു ശല്യമാവണ്ടെന്ന് കരുതിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലാവാണ് ഹരി മുകളിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കും എന്നുള്ളത് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ അലീന നേരെ മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയോട് കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ, മുത്തശ്ശിക്ക് ഒന്നും അറിയത്തില്ല. അങ്ങനെ അലീന മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഡോറ് കുറ്റിയിടാതെ തുറന്ന് വെച്ചിട്ട് മനു വരാറായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് കുറ്റിയിട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ അത് ലോക്കായിട്ട് കാണുകയാണ്. അങ്ങനെ ഡോറിൽ മുട്ടുന്നുണ്ട്. ബബിതേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ബബിതയ്ക്ക് ആകെ പേടിയാണല്ലോ, പക്ഷേ ബബിതയ്ക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് സേഫ് ആവണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അങ്ങനെ ആ സമയത്ത് ബബിത ഡോറ് തുറക്കുന്ന സമയത്ത് ഹരി പറയുന്നുണ്ട്, എന്തിനാ അവൾ വിളിക്കുമ്പോൾ ഡോറ് തുറക്കാൻ പോകണത്, പോവണ്ട എന്ന് പറയണം. അപ്പോൾ വീണ്ടും അലീനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശല്യം എന്ന് പറഞ്ഞുകൊണ്ട് ഹരി തന്നെ വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. എന്താ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഡോറ് കുറ്റിയിട്ടിട്ട് സംസാരിക്കുന്നത്, ഡോറ് തുറന്നിട്ടിട്ട് സംസാരിച്ചാൽ പോരെയെന്ന് അലീന ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരാണ്, നീ ഇവിടുത്തെ വെറും സെർവൻ്റ് അല്ലേ, സെർവൻറ്റിൻ്റെ ജോലി ചെയ്താൽ മതി, ഇവിടുത്തെ കാര്യങ്ങൾ ഇടപെടാനൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറയണം. അങ്ങനെ അതേ സമയം നമ്മുടെ മനു ആണെങ്കിൽ ഇങ്ങനെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ പക്ഷേ ആദ്യം തന്നെ അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുന്നില്ല കേട്ടോ. അലീനയ്ക്ക് അവിടെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. അങ്ങനെ അലീന റൂമിലേക്ക് കയറിയിട്ട്, നിങ്ങൾക്ക് എന്താ ഇവിടെ പരിപാടി, നീ എന്തിനാണ് ബബിതയെ ഇവനെ വിളിച്ച് വരുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ബബിത അലീനയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അലീന ഒന്നുമില്ല എന്നുള്ള രീതിയിൽ കണ്ണുകൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അതൊക്കെ അറിയുന്നത്, അതൊന്നും നിൻ്റെ ഏരിയ അല്ലല്ലോ, നീ എന്തിനാണ് ബബിതയുടെ പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇവളെ എൻ്റെ അനിയത്തിയാണ്, എൻ്റെ അനിയത്തിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്കും കൂടി അതിൽ ഉത്തരവാദിത്വമുണ്ട്, അതുകൊണ്ട് അവൾ മോശപ്പെട്ട രീതിയിലേക്ക് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ അവൾ മോശപ്പെട്ട രീതിയിലേക്ക് പോയേ ഇല്ല എന്ന് ഇങ്ങനെ പറയാണ് ഹരി. നീ എന്താ പറഞ്ഞത്, അവൾ മോശപ്പെട്ട രീതിയിലേക്ക് പോയെന്നോ? അതെ, അവൾ തന്നെയാണ് മോശപ്പെട്ട രീതിയിലൂടെ നടക്കുന്നത് എന്ന് ഹരി പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, നീ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട, നീ പോവാൻ നോക്ക്, നീ വന്ന ഉദ്ദേശം എന്താണെങ്കിലും നടക്കില്ല, നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് ഞാൻ പറഞ്ഞിട്ടാണ്, നിന്നെ ഇവിടെ ഇട്ടിട്ട് നിനക്കിട്ടൊരു പണി തരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം നീ ഇവളടുത്ത് എല്ലാം പറഞ്ഞു കൊടുത്തല്ലേ, എന്നാൽ പിന്നെ നീ ഇതും കൂടി കണ്ടേക്ക് എന്ന് പറഞ്ഞിട്ട് അലീനയ്ക്ക് ഹരി ആ ഫോണിലുള്ള വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് മുഴുവൻ ഇവിടെ പബ്ലിക്കാകും എന്ന് പറയുന്നുണ്ട് ഹരി, ഭീഷണിപ്പെടുത്തണം. അപ്പോൾ ബബിത ഇങ്ങനെ പേടിച്ചിങ്ങനെ വിറച്ച് നിൽക്കണമല്ലോ. പക്ഷേ ആ സമയത്ത് ഹരി ഒരു വഷളൻ ചിരിയായിട്ട് അലീനയുടെ നേരേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അലീനയുടെ തോളിൽ കൈവെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവൾ തന്നെ വേണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല, നീ ആയാലും മതി, നീ ആണെങ്കിലും ഒന്ന് കണ്ണടച്ചാൽ മതി, എൻ്റെ കാര്യം നടത്തിയിട്ട് ഞാൻ പൊക്കോളാം, എനിക്ക് നിങ്ങൾ ആരാണെങ്കിലും മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുമാതിരി ഒരു ഭയങ്കര
ഭയങ്കര വൃത്തികെട്ട ലാംഗ്വേജിൽ ഹരി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് തന്നെ ഇങ്ങനെ ഭയങ്കര ഛേ എന്ന് തോന്നിപ്പോകണം. അത്രയും മോശമായിട്ടാണ് ഹരി സംസാരിക്കുന്നത് കേട്ടോ. ശരിക്കും ഹരിയുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് പോലും ഹരിയോട് ഭയങ്കര ദേഷ്യം തോന്നിപ്പോവും. അമ്മാതിരി രീതിയിലാണ് ഹരിയുടെ പെർഫോമൻസ്. അപ്പോൾ അലീന പറയുന്നുണ്ട് കൈ എടുക്കട എൻ്റെ തോളിൽ നിന്ന് എന്ന് പറയുമ്പോൾ നീ ഒന്ന് ചുമ്മാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് അലീനയുടെ ആ തോളിൽ വെച്ച് കൈ മെല്ലെ ഇങ്ങനെ കൈൻ്റെ താഴേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഒരൊറ്റ തട്ടെടുത്തുകൊണ്ട് ഹരിയുടെ കരണം നോക്കി ഒന്ന് കൊടുക്കുകയാണ് അലീന. എടി നീ അത്രക്കായോടി, ഞാൻ ശരിയാക്കി തരാടി, നിന്നെ ഞാൻ ശരിയാക്കി തരാടി, ഈ വീഡിയോ ഞാൻ എല്ലാവരെയും കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് അവളുടെ നേരേക്ക് ചാടുകയാണ്. അപ്പോൾ അലീനയും പബിതി ഒന്നുകൊണ്ട് പുറകിലോട്ട് മാറുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ അലീന ആ സമയത്ത് ഒന്നുകൂടി ഹരിക്ക് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഫോണ് പിടിച്ച് വാങ്ങാൻ നോക്കുമ്പോൾ ഫോണ് വിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഫോണിലാണല്ലോ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഹരിയാണെങ്കിൽ നിന്നെ ശരിയാക്കി തരാടി, എന്നെ അപമാനിക്കാനാണ് വിളിച്ചു വരുത്തിയതല്ലേ, നിൻ്റെ ജീവിതം തീർന്നടി, നീ തീർന്നടി എന്നൊക്കെ ബബിതയെ വിളിച്ചുകൊണ്ട് ഹരി പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരണം. ആ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്ന ഹരി ആ സ്റ്റെപ്പിൽ തന്നെ നിന്ന് പോവുകയാണ്. കാരണം ആ സ്റ്റെപ്പിൻ്റെ താഴെ ഒരാൾ ഹരിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, മനുവാണ്. അപ്പോൾ മനുവിനെ കണ്ടതും ഹരി ആകെ പതറിപ്പോവാണ്. അപ്പോൾ മനുവേട്ടൻ എന്താ ഇവിടെ എപ്പോഴാണ് വന്നതെന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കാനായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ രീതിയിൽ ഇങ്ങനെ നടന്നു വരികയാണ്. മനു ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ചുമ്മാ മനുവേട്ട ഇവിടെ വെറുതെ വന്നതാണ്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് ഈ സമയത്ത് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല മനുവേട്ട ചുമ്മാ ആണ് എന്ന് പറയുന്നുണ്ട്. എന്നാവാ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അല്ല മനുവേട്ട ഞാൻ പോവുകയാണ്, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പോവാൻ നിൽക്കുമ്പോൾ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് അവനെ വലിച്ചിട്ട് ഒരൊറ്റ അടി കൊടുക്കുകയാണ് മനു. ആ അടിയിൽ ഒന്ന് വേച്ച് പോകുന്നുണ്ട് ഹരി. എന്നിട്ട് വീണ്ടും അവനെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് തന്നെ പോകുന്നുണ്ട്. വാട ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുകളിൽ ഇങ്ങനെ അലീനയും അതുപോലെ ബബിതയും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്താ അലീന ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അലീന എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാണ് മനുവിൻ്റെ അടുത്ത്. ആ സമയത്ത് മനു ഹരിയെ നന്നായിട്ട് തല്ലുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കയ്യിലുള്ള മൊബൈൽ പിടിച്ച് വാങ്ങുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഇതിൻ്റെ കോപ്പി എവിടെയെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നത്. കാരണം എവിടെയെങ്കിലും സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാവരും കാണും എന്നുള്ളത് ഹരിക്ക് അറിയാവുന്നത് കൊണ്ട്. ഇനിയിപ്പോൾ ലാപ്ടോപ്പിലാണെങ്കിലും രോഹിത്തും യൂസ് ചെയ്യുന്നതല്ലേ, ഇടയ്ക്ക് അഞ്ചു ആണെങ്കിലും എടുത്തുകൊണ്ട് പോകാറുണ്ട്. അതുകൊണ്ട് എവിടെയും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഫോൺ വാങ്ങിയിട്ട് മനു കൈവശം വെക്കുന്നുണ്ട്. മേലിൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് നീ ഇവരുടെ ആരുടെയെങ്കിലും അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ തനി സ്വഭാവം നീ അറിയും, നിന്നെ ഞാൻ ശരിയാക്കുമെന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് പെരുമാറിയ ഇവരുടെ അലീനയുടെ അടുത്തും പബിതയുടെ അടുത്തും മാപ്പൊക്കെ പറയിപ്പിച്ചിട്ടാണ് ഹരിയെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്. അങ്ങനെ ഹരി അവിടെ നിന്ന് നാണം കെട്ട് വീണ്ടും ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം അലീനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഹരിയുടെ ഫോൺ. അതിലെ സിം അഴിച്ചെടുത്തിട്ട് ഹരിക്ക് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സിമ്മ് മാത്രം, ഫോൺ ഇനി നിനക്ക് വേറെ വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഫോണ് അലീനയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ഇത് നീ സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്, തൽക്കാലം നിൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ബബിതയ്ക്കും കൊടുക്കുന്നുണ്ട്. മനു ഒരു ഒറ്റ അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബബിതയാകെ അന്തം വിട്ടു പോവാണ്. കാരണം ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. അലീനയെ തന്നെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു അടി കിട്ടിയപ്പോൾ ബബിതയെ മനു തല്ലിയപ്പോൾ ആകെ പേടിച്ചു പോകുന്നുണ്ട്. മനുവേട്ടാന്ന് വിളിക്കുന്നുണ്ട്. ഇത് ഇവൾക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടില്ല, അതിൻ്റെ കുഴപ്പമാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ബബിത, നിൻ്റെ അച്ഛൻ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ചങ്ക് പൊട്ടി ചാവുമല്ലോ ആ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. സോറി മനുവേട്ടാ, സോറി, അറിയാതെ സംഭവിച്ചു പോയതാണ്. അറിയാതെ 2 വർഷമായിട്ട് അറിയാതെ നിനക്ക് സംഭവിക്കുകയാണല്ലേ. അന്ന് അവൻ ഇവിടെ വന്ന അന്ന് തന്നെ അലീന നിന്നോട് പറഞ്ഞതല്ലേ അവൻ ആൾ ശരിയല്ല എന്നുള്ളത്. എനിക്ക് അറിയില്ലായിരുന്നു മനുവേട്ടാ, ഞാൻ അറിയാതെ സംഭവിച്ചു പോയി മനുവേട്ടാ, ഞാൻ ഇനി ഒന്നും ചെയ്യില്ല മനുവേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സോറി പറയുന്നുണ്ട്. അങ്ങനെ തൽക്കാലം നീ രക്ഷപ്പെട്ടു. പക്ഷേ നിനക്ക് അവന് ഇതിനേക്കാളും വലിയ കുരുക്ക് നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ നീ വീണ്ടും പെടും എന്ന് പറയുന്നുണ്ട്. മനു പറയുന്നുണ്ട്. അതായത് അമൽ എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നീ പെട്ടുപോകും എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ബബിതയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട്. ഇല്ല മനുവേട്ട, അവനെ എന്നെ ചതിക്കില്ല, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ നീ ഈ കണ്ണ് മടിച്ച് എല്ലാവരെയും വിശ്വസിക്കുന്നതാണ് കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് ബബിതയെ നന്നായിട്ട് വഴക്കൊക്കെ പറഞ്ഞ് കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തിട്ടാണ് മനു താഴേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അപ്പോൾ അലീനയോടും കൂടെ താഴേക്ക് ഇറങ്ങി ചെല്ലാൻ പറയുന്നുണ്ട്. എന്നിട്ട് അലീനയോട് മനു പറയുന്നുണ്ട്, ആൻറ്റി ഇവിടെ ഇല്ലാത്തതല്ലേ, അങ്കിളിനോട് തൽക്കാലം
ഈ കാര്യങ്ങളൊന്നും പറയണ്ട, പക്ഷേ ബബിതയെ താനൊന്ന് സൂക്ഷിക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയണം. മനുവേട്ട, എന്താ മനുവേട്ട ഈ വീട്ടിലൊക്കെ നടക്കുന്നത്? എൻ്റെ കുടുംബമാണല്ലോ മനുവേട്ട, എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്ന് പറയുമ്പോൾ ഇനി അതിനെപ്പറ്റി താൻ വിഷമിക്കേണ്ട, എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ല, ഇനി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് മനു പിന്നെ മുത്തശ്ശിയെ കണ്ടിട്ടൊക്കെയാണ് തിരിച്ചു പോകുന്നത്.